Dear students, today we are going to learn about glass electrode. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗ്ലാസ് ഇലക്ട്രോഡിനെ കുറിച്ചാണ്. ആൻഡ് വി നോ ദാറ്റ് ഇറ്റ് ഈസ് എ സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡാണ്. അതുപോലെ തന്നെ അയൺ സെലക്റ്റീവ് ഇലക്ട്രോഡാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോഡ്സ് പഠിച്ചപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പഠിച്ചതാണ് അയൺ സെലക്റ്റീവ് ഇലക്ട്രോഡ്. എക്സാമ്പിൾ ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞ് പഠിച്ചതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഗ്ലാസ് ഇലക്ട്രോഡ് ഒരു സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡാണ്. അതുപോലെ തന്നെ അതൊരു അയൺ സെലക്റ്റീവ് ഇലക്ട്രോഡാണ്. ആൻഡ് മെയിൻലി ദിസ് ഗ്ലാസ് ഇലക്ട്രോഡ് ഈസ് യൂസ്ഡ് ഫോർ pH മെഷർമെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് ഇലക്ട്രോഡ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് pH മെഷർ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ 3 പോയിൻ്റാണ് പറഞ്ഞത്. സോ ദ ഫസ്റ്റ് പോയിന്റ്, ഇറ്റ്സ് എ സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ്. ദെൻ ദ സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് ആൻ അയൺ സെലക്റ്റീവ് ഇലക്ട്രോഡ്. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് ഇറ്റ് ഈസ് യൂസ് ഫോർ pH മെഷർമെൻറ്റ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇനി ഈ ഒരു ഗ്ലാസ് ഇലക്ട്രോഡ് നമുക്ക് എങ്ങനെയാണ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. So this glass electrode is made up of a special glass having low melting point and high electrical conductivity. അപ്പം ഈ ഒരു ഗ്ലാസ് ഇലക്ട്രോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഗ്ലാസ് കൊണ്ടാണ്. ആ ഒരു ഗ്ലാസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് ലോവും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഹൈയുമാണ്. മെൽറ്റിംഗ് പോയിൻ്റ് ലോയും ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുള്ള സ്പെഷ്യൽ ഗ്ലാസ് കൊണ്ടാണ് ഗ്ലാസ് ഇലക്ട്രോഡ് കൺസ്ട്രക്റ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ദിസ് ഗ്ലാസ് ഇലക്ട്രോഡ് ഹാസ് എ ബൾബ് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് തിൻ ഗ്ലാസ് മെംബ്രെയിൻ. അപ്പോൾ ഈ ഗ്ലാസ് ഇലക്ട്രോഡ് നമ്മൾ നോക്കുവാണെങ്കിൽ അതിന് താഴെയായിട്ട് ചെറിയൊരു ബൾബ് കണക്ക് കാണാൻ പറ്റും. ഈ ബൾബ് ഉണ്ടാക്കിയേക്കുന്നത് തിന്നായിട്ടുള്ള ഗ്ലാസ് മെംബ്രെയിൻ കൊണ്ടാണ്. ദെൻ ദിസ് ഗ്ലാസ് ട്യൂബ് ഈസ് ഫിൽഡ് വിത്ത് 0.1 മോളാർ HCl. എന്നിട്ട് ഈ ഒരു ഗ്ലാസ് ട്യൂബിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? 0.1 മോളാർ HCl ഫില്ല് ചെയ്യും. അതുപോലെ തന്നെ സിൽവർ ഇലക്ട്രോഡ് കോട്ടഡ് വിത്ത് സിൽവർ ക്ലോറൈഡ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ഇറ്റ് ആൻഡ് ഇറ്റ് ഈസ് ടു മേക്ക് ഇലക്ട്രിക്കൽ കോണ്ടാക്ട്. അപ്പം നമുക്ക് അറിയാം, ഇതിനകത്ത് നമ്മളൊരു ഇലക്ട്രോഡ് ഇമേഴ്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ സിൽവർ ഇലക്ട്രോഡാണ് എടുത്തിരിക്കുന്നത്. ആ സിൽവർ ഇലക്ട്രോഡിനകത്ത് സിൽവർ ക്ലോറൈഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിൽവർ ഇലക്ട്രോഡിൽ സിൽവർ ക്ലോറൈഡ് കോട്ട് ചെയ്ത ഇലക്ട്രോഡ് നമ്മൾ ഈ ഒരു സൊല്യൂഷനകത്തോട്ട് ഇമേഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ഗ്ലാസ് ഇലക്ട്രോഡിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി ചില ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു സിൽവർ ഇലക്ട്രോഡിന് പകരമായിട്ട് പ്ലാറ്റിനം ഇലക്ട്രോഡ് കാണാറുണ്ട്. നമുക്ക് ഏത് വേണേലും ഉപയോഗിക്കാം. സിൽവറിനകത്ത് സിൽവർ കോട്ട് ചെയ്ത ഇലക്ട്രോഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്ലാറ്റിനം ഇലക്ട്രോഡ് യൂസ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഗ്ലാസ് ഇലക്ട്രോഡ് നമ്മൾ സാമ്പിൾ സൊല്യൂഷനകത്തോട്ട് ഇമേഴ്സ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഫിഗറിൽ കാണാം, സാമ്പിൾ സൊല്യൂഷനകത്തോട്ട് ഇമേഴ്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഗ്ലാസ് ഇലക്ട്രോഡിനകത്തുള്ള ഗ്ലാസ് ബൾബ് എന്ന് പറയുന്നത് സെമി പെർമിയബിൾ മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യും. നമ്മൾ പറഞ്ഞായിരുന്നു അയൺ സെലക്റ്റീവ് ഇലക്ട്രോഡാണ്. ഇത് H+ അയോണിനെ മാത്രമേ അകത്തോട്ടും പുറത്തോട്ടും കടത്തി വിടത്തുള്ളൂ. അപ്പം നോക്കുക, ഇതിനകത്തുള്ള ഗ്ലാസ് ബൾബ് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ റെസ്പോണ്ട് ഓൺലി ടുവേർഡ്സ് H+ അയോൺ. അത് H+ അയോണിനെ മാത്രമേ ഉള്ളിലോട്ടും പുറത്തോട്ടും കടത്തി വിടാറുള്ളൂ. സോ ദ H+ അയോൺ ഇൻസൈഡ് ദ ഇലക്ട്രോഡ് ഈസ് കോൺസ്റ്റൻറ്റ്. നമ്മൾ 1 മോളാർ HCl ആണ് എടുത്തേക്കുന്നത്. അപ്പം ഇതിനകത്തുള്ള H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. And when the electrode is in contact with a test solution, the outer surface of the glass bulb is in contact with the test solution. നമ്മളിതൊരു സാമ്പിളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ടൈമിൽ ഈ ഒരു ബൾബിൻ്റെ ഔട്ടർ സർഫസ് ഉണ്ടല്ലോ, ഗ്ലാസ് ബൾബിൻ്റെ ഔട്ടർ സർഫസ് നമ്മുടെ സാമ്പിളുമായിട്ട് കോണ്ടാക്റ്റിൽ വരും. And this glass bulb or this glass membrane act as a iron selective resin. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഈ ഒരു ഗ്ലാസ് ബൾബാണ് അയൺ സെലക്റ്റീവ് മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ആൻ ഇക്വിലിബ്രിയം ഈസ് സെറ്റപ്പ് ബിറ്റ്വീൻ Na+ ഓഫ് ദ ഗ്ലാസ് ആൻഡ് H+ ഓഫ് അയോൺ. അപ്പം ഇതിനിടയിൽ ഒരു ഇക്വിലിബ്രിയം സെറ്റപ്പ് ചെയ്യും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഗ്ലാസ് ബൾബിനകത്തുള്ള H+ അയോണിന് സാമ്പിളിലോട്ട് വരാൻ പറ്റും. അതുപോലെ തന്നെ സാമ്പിളിനകത്തുള്ള H+ അയോണിന് ഗ്ലാസ് ഇലക്ട്രോഡിനുള്ളിലോട്ടും വരാൻ പറ്റും. അങ്ങനെ ഉള്ളിലോട്ട് വരുന്ന സമയത്ത് അവിടെ ഒരു കാറ്റയോൺ എക്സ്ചേഞ്ച് നടക്കണമെങ്കിൽ മാത്രമേ ആ ഒരു ഇക്വിലിബ്രിയം സെറ്റപ്പ് ചെയ്യത്തുള്ളൂ. വളരെ എളുപ്പമാണ്. നമ്മുടെ ഗ്ലാസ് മെംബ്രെയിനകത്ത് Na+ അയോൺസ് കാണും. അപ്പം ഈ സൊല്യൂഷനകത്തുള്ള H+ അയോൺസ് നമ്മളെ ഗ്ലാസ് മെംബ്രെയിൻ അകത്തോട്ട് വരുന്ന ടൈമിൽ ഈ ഗ്ലാസ് മെംബ്രെയിനകത്തുള്ള Na+ അയോൺസ് സൊല്യൂഷൻ അകത്തോട്ട് പോകും. അങ്ങനെയാണ് ഒരു ഇക്വിലിബ്രിയം സെറ്റപ്പ് ചെയ്യുന്നത്.
അപ്പം ശ്രദ്ധിക്കുക, സാമ്പിളിനകത്തുള്ള H+ അയോൺ ഗ്ലാസ് ഇലക്ട്രോഡിലോട്ട് മൂവ് ചെയ്യുന്ന ടൈമിൽ ആ ഗ്ലാസ് മെംബ്രെയിനകത്തുള്ള സെമി പെർമിയബിൾ ആയിട്ടുള്ള മെംബ്രെയിനകത്തുള്ള Na+ അയോൺസ് സാമ്പിളിലോട്ട് പോകും. ഗ്ലാസ്സിൽ പ്രസൻ്റ് ആയിട്ടുള്ള Na+ അയോൺസ് നമ്മുടെ സാമ്പിൾ സൊല്യൂഷനകത്തോട്ട് പോകും. അങ്ങനെയാണ് ഇക്വിലിബ്രിയം കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഗ്ലാസ് ഇലക്ട്രോൺ വർക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഗ്ലാസ് ഇലക്ട്രോണിനകത്തുള്ള ആ ഒരു ബൾബ് സെമി പെർമിയബിൾ മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യും ആൻഡ് ഇറ്റ് അലോ ദ ട്രാൻസ്ഫർ ഓഫ് H+ അയോൺ. അപ്പം H+ അയോൺ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ ഗ്ലാസ് മെംബ്രെയിനകത്തുള്ള Na+ അയോൺ സൊല്യൂഷനകത്തോട്ട് വരും. സോ ഇങ്ങനെ ഒരു ഇക്വിലിബ്രിയം അവിടെ സെറ്റപ്പ് ചെയ്തെടുക്കും. ഇങ്ങനെയാണ് ഗ്ലാസ് ഇലക്ട്രോഡ് വർക്ക് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഇലക്ട്രോഡ് സിൽവർ കോട്ടഡ് വിത്ത് സിൽവർ ക്ലോറൈഡ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്തോ എഴുതും, സിൽവർ ആൻഡ് ഇറ്റ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് സിൽവർ ക്ലോറൈഡ്. ഇനി ആ ഒരു ഇലക്ട്രോഡ് നമ്മൾ 1 മോളാർ HCl കോണ്ടാക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ എന്തോ എഴുതും, സിൽവർ വിച്ച് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് സിൽവർ ക്ലോറൈഡ് ആൻഡ് ദ സിൽവർ ക്ലോറൈഡ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് 1 മോളാർ HCl. ഇനി ആ ഒരു 1 മോളാർ HCl നോക്കി, അത് ഗ്ലാസ്സുമായിട്ട് കോണ്ടാക്റ്റിലാണ്. അപ്പം നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ എഴുതുന്നത്. Ag:AgCl ബാർ 0.1 മോളാർ HCl ബാർ ഗ്ലാസ്. സിമ്പിളാണ്. സിൽവർ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് സിൽവർ ക്ലോറൈഡ് ആൻഡ് അഗൈൻ ദി സിൽവർ ക്ലോറൈഡ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് 1 മോളാർ HCl. ദെൻ 1 മോളാർ HCl ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ഗ്ലാസ്. ഇപ്പോൾ നോക്കുക, Ag:AgCl ബാർ 0.1 മോളാർ HCl ബാർ ഗ്ലാസ്. ഇങ്ങനെയാണ് നമ്മൾ ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ എഴുതുന്നത്. ഇനി നമുക്ക് ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമുക്കറിയാം E സെൽ ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ റിയാക്റ്റൻ്റ് ആണ്. ഇവിടെ നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡിൽ H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പം ഗ്ലാസ് ഇലക്ട്രോഡ് ആയതുകൊണ്ട് നമ്മൾ എഴുതും Eg ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഗ്ലാസ് ഇലക്ട്രോഡ് ഈക്വൽ ടു E0G ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സ്റ്റാൻഡേർഡ് ഗ്ലാസ് ഇലക്ട്രോഡ് മൈനസ് 0.0591 ലോഗ് 1/H+ എന്ന് എഴുതും. നോക്കുക, ഗ്ലാസ് ഇലക്ട്രോഡ് ആയതുകൊണ്ടാണ് നമ്മളവിടെ G എഴുതുന്നത്. Eg ഈക്വൽ ടു E0G എന്താണ്, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഗ്ലാസ് ഇലക്ട്രോഡ് മൈനസ് 0.0591 ലോഗ് 1/H+. ഈ ലോഗ് 1/H+നെ നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് ലോഗ് H+ എന്ന് എഴുതാം. ലോഗ് 1/H+നെ നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് ലോഗ് H+ എന്ന് എഴുതാം. ഈ ഒരു മൈനസും നമ്മുടെ ഇക്വേഷൻ്റെ മൈനസും കൂടെ പ്ലസ് ആകും. അപ്പം നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടും. നോക്കുക, Eg ഈക്വൽ ടു E0G പ്ലസ് 0.0591 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ലോഗ് 1/H+നെ ലോഗ് H+ ആക്കി മാറ്റിയപ്പോൾ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടായിരുന്നു. ആ നെഗറ്റീവ് സൈനും നമ്മുടെ ഇക്വേഷൻ്റെ നെഗറ്റീവും കൂടെയാണ് പ്ലസ് ആയി മാറിയത്. ഇനി നോക്കുക, ഇവിടെ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺസ് ഉണ്ട്. നമുക്കറിയാം pH ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺ ആണ്. ഇവിടെ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ അയോണേ ഉള്ളൂ. അപ്പോൾ ഈ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ അയോണിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, മൈനസ് pH എന്ന് കൊടുക്കാം. കാര്യം pH എന്ന് പറയുന്നത് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ അയോണാണ്. ഇവിടെ ലോഗ് H+ അയോണേ ഉള്ളൂ. അപ്പം നമുക്ക് അതിന് പകരം എന്ത് കൊടുക്കാം, മൈനസ് pH എന്ന് കൊടുക്കാം. അപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, Eg ഈക്വൽ ടു E0G മൈനസ് 0.0591 pH എന്നായിട്ട് മാറും. ഇതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഗ്ലാസ് ഇലക്ട്രോഡ്. ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ Eg ഈക്വൽ ടു E0G മൈനസ് 0.0591 pH. ഇനി നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് pH ഓഫ് ഓക്സിഡൈസിങ് ഏജൻറ്റ്, റെഡ്യൂസിങ് ഏജൻറ്റ്, വിസ്കസ് മീഡിയ എക്സെട്ര. അപ്പം നമുക്ക് ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ pH മെഷർ ചെയ്യാൻ ഉപയോഗിക്കാം, റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ pH മെഷർ ചെയ്യാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ വിസ്കസ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ pH മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. സോ ഇങ്ങനെ ഒരു വൈഡ് വെറൈറ്റിയുടെ pH മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ഗ്ലാസ് ഇലക്ട്രോഡ് ഉപയോഗിക്കാം. നമ്മുടെ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. സെക്കൻഡ് അഡ്വാൻറ്റേജ് ആണ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ pH റേഞ്ച് ഓഫ് 0 to 12. 0 മുതൽ 12 വരെയുള്ള pH റേഞ്ചിൽ നമുക്ക് ഈ ഒരു ഗ്ലാസ് ഇലക്ട്രോഡ് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. ഇനി മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ കളേർഡ് സൊല്യൂഷൻ, ടർബിഡ് സൊല്യൂഷൻ
സൊല്യൂഷൻ, കൊളോയിഡ് സൊല്യൂഷൻ. അപ്പോൾ ഈ ടൈപ്പ് സൊല്യൂഷനിലെല്ലാം നമുക്ക് ഗ്ലാസ് ഇലക്ട്രോഡ് യൂസ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക, മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് വി ക്യാൻ യൂസ് ഗ്ലാസ് ഇലക്ട്രോഡ് ഇൻ ടർബിഡ് സൊല്യൂഷൻ, കൊളോയിഡ് സൊല്യൂഷൻ ആൻഡ് കളേർഡ് സൊല്യൂഷൻ. ഇതിൽ മൂന്നിലും നമുക്ക് ഗ്ലാസ് ഇലക്ട്രോഡ് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ നാലാമത്തെ അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു ഓപ്പറേറ്റ്. നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതാണ് നാലാമത്തെ അഡ്വാൻറ്റേജ്. ശ്രദ്ധിക്കുക, ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് pH of oxidizing agent, reducing agent, viscous media, etc. Then the second advantage is we can use this in a wide range of pH to 0 to 12. നമുക്ക് 0 മുതൽ 12 വരെയുള്ള pHൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ദ തേർഡ് അഡ്വാൻറ്റേജ് ഈസ് ഇറ്റ് ക്യാൻ യൂസ്ഡ് ഇൻ കളേർഡ് ടർബിഡ് ആൻഡ് കൊളോയിഡൽ സൊല്യൂഷൻ. കളേർഡ് സൊല്യൂഷനിലും ടർബിഡ് സൊല്യൂഷനിലും കൊളോയിഡ് സൊല്യൂഷനിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് അവർ ലാസ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു ഓപ്പറേറ്റ്. നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സിമ്പിളാണ്, എളുപ്പമാണ് എന്നുള്ളതാണ്. അപ്പോൾ 4 അഡ്വാൻറ്റേജും പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്.